മുഹമ്മയിൽ നിന്ന് കോട്ടയം ജില്ലയിലെ കുമരകത്തേക്കുള്ള ബോട്ടിലാണ്. വേമ്പനാട്ട് കായലിലൂടെ 3/4 മണിക്കൂറോളം യാത്ര ചെയ്യണം അവിടെ എത്താൻ. ഉച്ചയായതുകൊണ്ട് ബോട്ടിൽ വലിയ തിരക്കില്ല. പക്ഷേ രാവിലെയും വൈകിട്ടും ഇതായിരിക്കില്ല അവസ്ഥ. ബോട്ട് നിറയെ ആളുകളായിരിക്കും. സ്ഥിരമാകുമ്പോൾ കായൽ യാത്രയും മടുപ്പാണ്. അവരുടെ ബോറടി മാറ്റാൻ വേണ്ടിയാണ് ഈ പുസ്തകത്തുണി. സ്ഥിരം യാത്രക്കാരനാണ്. വായന സമയം പോകണ്ട, അതിന് വേണ്ടിയിട്ട് വായിക്കും, ദിവസം വായിക്കും. ഒരു മാസം ഏകദേശം എത്ര ബുക്ക് വായിക്കാൻ പറ്റും? ഇന്നതെന്നില്ല, എന്തെങ്കിലും കിട്ടുന്നിടത്ത് വായിക്കും. വായന അതിലൊരു സുഖമുള്ളവരല്ലേ. 2002 ഇവിടെ നാടിനെ നടുക്കിയ കുമരകം ദുരന്തം ഉണ്ടാകുന്നത് ഈ റൂട്ടിലാണ്. ഈ ബോട്ട് അപകടം ഉണ്ടായതിന് ശേഷം നന്നേ യാത്രക്കാർ കുറവായിരുന്നു ബോട്ടിൽ. അപ്പോഴത്തേക്ക് ഈ സ്കൂളിൽ അതിന് ശേഷമാണ് ഇതിനടുത്തുള്ള സ്കൂൾ AB വിലാസം സ്കൂളിലെ NSS കുട്ടികൾ കൊണ്ടുവന്ന് ഒരു പുസ്തകം കൊണ്ടുവന്ന് വെക്കുകയും വേമ്പനാട്ട് കായലിനെ ഭയപ്പാടുള്ളവർക്ക് 45 മിനിറ്റോളം യാത്ര ചെയ്യുമ്പോൾ പുസ്തകം വായിച്ച് ആ പുസ്തകത്തിൽ മുഴുകി ആ ഭീതി അകറ്റാൻ ഇത് വളരെയധികം സഹായിച്ചു. ഒരു 3/4 മണിക്കൂർ സമയം കിട്ടുന്നുണ്ട്. ലൈബ്രറിയിൽ ബുക്ക് എടുത്ത് എല്ലാവരും വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും എല്ലാവരും വായിക്കുന്നൊക്കെ ഉണ്ട്. അത് എടുത്തിട്ട് അതേത് സ്ഥാനത്ത് കൊണ്ട് വെക്കുകയും ചെയ്യുന്നു. നല്ലൊരു അഭിപ്രായം എല്ലാവരെ കുറിച്ച്. നല്ലത്. കുമരകം മുഹമ്മ റൂട്ടിൽ സർവീസ് നടത്തുന്ന 2 ബോട്ടിലാണ് നിലവിൽ പുസ്തകത്തോണിയുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ ബോട്ടുകളിലും പുസ്തകത്തോണി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. രഘു, ഗുഡ് മോർണിംഗ്. മനോഹരമായ എത്ര കാഴ്ചകൾ, അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു മനോഹരമായ കാഴ്ച കൂടി. തീർച്ചയായിട്ടും മികച്ചൊരു പദ്ധതി തന്നെയാണല്ലേ ഇത്. യാത്ര ചെയ്യാം, മനോഹരമായ കാഴ്ചകൾ കാണാം, പുസ്തകം വായിക്കാം. അങ്ങനെ എത്ര പ്രയോജനമാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ യാത്രക്കിടയിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത്. എങ്ങനെയാണ് നാട്ടുകാർക്കൊക്കെ എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട്? എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി? ആലപ്പുഴ കാണാൻ വിദേശികളും സ്വദേശികളുമായ ധാരാളം സഞ്ചാരികൾ എല്ലാ വർഷവും എത്താറുണ്ട്, എല്ലാ ദിവസവും എത്താറുണ്ട്. ഭൂരിഭാഗം ആളുകളും എത്തുന്നത് ആലപ്പുഴയുടെ സൗന്ദര്യം കാണാനാണ്, പ്രത്യേകിച്ച് കായലിലെ സൗന്ദര്യം കാണാനാണ്, കായലിലൂടെയുള്ള യാത്രയ്ക്കാണ്. കായലിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രയ്ക്കൊക്കെ 10,000 ചെലവഴിക്കുന്നവരുണ്ട്. പക്ഷേ ഈ കായലിലൂടെ ഏത് കാര്യവും സ്ഥിരം ചെയ്താലും അതിനകത്തൊരു ബോറടി ഉണ്ടാകും. പ്രത്യേകിച്ച് കായൽ യാത്ര ഈ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര ഒരു സന്തോഷകരമായ കാര്യമൊന്നുമല്ല. കാരണം അതൊരു ബോറടിക്കുന്ന യാത്രയാണ്. കാരണം റോഡിലൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. ഇത് കായലിങ്ങനെ പരന്ന് കിടക്കുകയാണ്. എന്നും കായൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ആളുകൾക്ക് ബോറടി ഉണ്ടാവും. എന്ന് മാത്രവുമല്ല, വലിയൊരു ദുരന്തത്തിൻ്റെ ചരിത്രം കൂടിയുണ്ട് ഈ പുസ്തകശാലയ്ക്ക്. അതായത് വലിയൊരു ബോട്ട് ദുരന്തം ഉണ്ടാവുകയും പിന്നീട് ആളുകൾ ഈ കായലിലേക്ക് നോക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഒരു പുസ്തകശാല, അതായത് ആളുകൾക്ക് കായലിൽ നിന്നുള്ള അവരുടെ കണ്ണ് പുസ്തകത്തിലേക്ക് മാറ്റിയാൽ ആ പേടി മാറും എന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ബോട്ടിൽ ലൈബ്രറി ആരംഭിച്ചത്. സാധാരണ നിലയിൽ ഈ ഇപ്പുറത്ത് നിന്ന് മുഹമ്മയിൽ നിന്ന് അപ്പുറത്ത് കുമരകത്തേക്ക് 3/4 മണിക്കൂറാണ് യാത്ര. ഒരു ദിവസം 1.5 മണിക്കൂർ ബോട്ടിലെ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കൃത്യമായി വായിക്കുന്ന ഒരാൾക്ക് ഒരു മാസത്തിൽ 2 പുസ്തകങ്ങളെങ്കിലും വായിച്ച് തീർക്കാം. എന്ന് മാത്രവുമല്ല, ഈ യാത്രക്കാരൊക്കെ പരസ്പരം പുസ്തകങ്ങൾ ഷെയർ ചെയ്യാറുമുണ്ട്. ചിലർ അവരുടെ ചില സന്തോഷങ്ങൾക്ക് അല്ലെങ്കിൽ ചില ആഘോഷങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ടൊരു പുസ്തകം അവിടേക്ക് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വളരെ ഒരു മാതൃകാപരമായൊരു പദ്ധതി ആയതുകൊണ്ട് തന്നെയാണ് ഒരു വർഷമായി ഈ മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് സർവീസ് നടത്തുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയിൻ സർവീസാണ് നടത്തുന്ന 2 ബോട്ടുകളിലും പുസ്തകശാലയുണ്ട്. അതൊരു മാതൃകാ പദ്ധതിയാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ മുഴുവൻ ബോട്ടുകളിലേക്കും ഈ പുസ്തകശാല വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് 3/4 മണിക്കൂറോളം യാത്രയുണ്ട്. 16 രൂപ മാത്രമേ ഉള്ളൂ. നമുക്കെന്താ 1.5 മണിക്കൂർ യാത്ര ചെയ്യണമെങ്കിൽ ഒരു 32 രൂപ മതി. ആ 1.5 മണിക്കൂർ കായലിൻ്റെ കാറ്റേറ്റ് പുസ്തകം വായിച്ച് കുട്ടനാടിൻ്റെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത.